ഹലോ എവരിവൺ, നിഫ്റ്റി അനാലിസിസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിൽ നിഫ്റ്റി വ്യാപാരം ആരംഭിച്ചത് 25,149.5 തുടർന്ന് 25,255.3 വരെ പോയി ഹൈ രേഖപ്പെടുത്തി. അതിനുശേഷം വെള്ളിയാഴ്ച നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത് 24,968.4 എന്ന പോയിന്റിലാണ്. വെള്ളിയാഴ്ച മിക്ക സെക്ടേഴ്സും നെഗറ്റീവിലായിരുന്നു ക്ലോസ് ചെയ്തത്. ബാങ്ക് നിഫ്റ്റിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ 545 പോയിൻ്റ് ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഇതിനൊരു പ്രധാന കാരണം Q1 റിസൾട്ട്സ് തന്നെയായിരുന്നു. നമുക്കറിയാം, ആക്സിസ് ബാങ്കിൻ്റെ റിസൾട്ട് വന്നു. അതിനുശേഷം ഫ്രൈഡേ ആക്സിസ് ബാങ്കിൻ്റെ ഷെയറിൽ 5% ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ അവരുടെ കാസ റേഷ്യോയിൽ കുറവ് വന്നിട്ടുണ്ട്. EPS ഒരു 0.80 കുറവ് വന്നിട്ടുണ്ട്. പിന്നെ അതുമാത്രമല്ല, അവർ പ്രൊവിഷൻസ് കൂട്ടിയിട്ടുണ്ട്. അതും അവർക്ക് നെഗറ്റീവായിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവരുടെ നെറ്റ് പ്രോഫിറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം 4% ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 4% ഇടിവ് വന്നിട്ടുണ്ട്. ഇനി ഇത് കൂടാതെ റിസൾട്ട്സ് പ്രഖ്യാപിച്ച വേറെ 2 ടോപ്പ് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണ് HDFC, ICICI. ICICIയുടെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ അവർക്ക് 15.5% വർധനമാണ് ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച്. അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിലും 11% വർധനം ഉണ്ടായിട്ടുണ്ട്. പിന്നീട് നോക്കുകയാണെങ്കിൽ അവർ നെറ്റ് ഇൻട്രസ്റ്റ് മാർജിന് 4.34%. കഴിഞ്ഞ വർഷം ഇത് 4.36%. പക്ഷേ അധികം വളരെ മോശമല്ലാത്തൊരു റിസൾട്ട്സാണ് ICICI ബാങ്കിൻ്റേത്. പക്ഷേ പ്രൊവിഷൻസിൻ്റെ കേസിൽ അവരും പ്രൊവിഷൻസ് കൂട്ടിയിട്ടുണ്ട്. അതായത് ഈ കിട്ടാക്കടം എന്നുള്ള ഇതാണ് പ്രൊവിഷൻസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് അവർ ICICI ബാങ്കും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഇനിയും റിസൾട്ട്സ് പബ്ലിഷ് ചെയ്ത വേറൊരു ബാങ്ക് എന്ന് പറയുന്നത് HDFC ബാങ്കാണ്. HDFC ബാങ്കാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്ക്. അതിൻ്റെ റിസൾട്ട്സ് നോക്കുകയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റിൽ ക്വാർട്ടർലി നോക്കുകയാണെങ്കിൽ 3%, ഇയർ ഓൺ ഇയർ നോക്കുകയാണെങ്കിൽ 12.2% വർധനമാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി അതൊരു 2% ഇടിവുണ്ടെങ്കിലും ഇയർ ഓൺ ഇയറിൽ അതിലൊരു 5.4% വർധനം ഉണ്ടായിട്ടുണ്ട്. അതുകൂടാതെ HDFC ബാങ്ക് 5 രൂപയുടെ ഡിവിഡൻഡ് പ്രഖ്യാപിച്ചു. അതുകൂടാതെ 1:1 ബോണസ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. ബോണസ് ഷെയർ ഇഷ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ വളരെ HDFC ബാങ്കിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ്. പിന്നീട് നോക്കുകയാണെങ്കിൽ അവരുടെ നെറ്റ് പ്രോഫിറ്റ് നമ്മൾ പറഞ്ഞു 12% ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത് ഇയർ ഓൺ ഇയറിൽ. അതുപോലെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകത്തിൽ 5% ഗ്രോത്തും ഉണ്ടായിട്ടുണ്ട്. ഇതുകൂടാതെ സാറ്റർഡേ റിസൾട്ട്സ് പ്രഖ്യാപിച്ച മറ്റൊരു കമ്പനിയാണ് റിലയൻസ്. റിലയൻസിൻ്റെ റിസൾട്ട്സ് നമ്മൾ പരിശോധിക്കുമ്പോൾ നെറ്റ് പ്രോഫിറ്റിൽ 78.32% ഇൻക്രീസാണ് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഈ സമയം 15,138 കോടി രൂപയായിരുന്നു അവരുടെ പ്രോഫിറ്റ് എങ്കിൽ ഇപ്പോൾ അത് 26,994 കോടി രൂപയായിട്ട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റവന്യൂവിലും 5.27% ഇൻക്രീസാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി സെഗ്മെൻറ്റ് വൈസ് അവരുടെ റിസൾട്ട്സ് പരിശോധിക്കുകയാണെങ്കിൽ റീറ്റെയിൽ ബിസിനസ്സിൽ 11.3% ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത്. എബിറ്റയും ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. പിന്നെ റിലയൻസ് ജിയോയിൽ 200 മില്യൺ സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു മൈൽ സ്റ്റോണൊക്കെ അവർ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ഒരു ക്വാർട്ടറിൽ മാത്രം 9.9 മില്യൺ സബ്സ്ക്രൈബേഴ്സാണ് ആഡ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി അവരുടെ റവന്യൂവിൽ 19% ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എബിറ്റയിൽ 23.8% ഗ്രോത്താണ് ഉണ്ടായിരിക്കുന്നത്. ഇനി മറ്റൊരു ആവറേജ് റവന്യൂ പെർ യൂസർ എന്നുള്ള ARPU നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം 181.7 രൂപയായിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇപ്പോൾ അത് 208.8 ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ മറ്റൊരു സെഗ്മെൻ്റ് എന്ന് പറയുന്നതാണ് ഓയിൽ ആൻഡ് ഗ്യാസ് സെഗ്മെൻറ്റ്, അല്ലെങ്കിൽ ഓയിൽ ആൻഡ് കെമിക്കൽ സെഗ്മെൻറ്റ്. ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2% ഡിക്ലൈനാണ് വന്നേക്കുന്നത്. അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഒരു പ്ലാൻ മെയിൻ്റനൻസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രൊഡക്ഷൻ വോളിയം അവർ കുറച്ചതുകൊണ്ടാണ്. ഇത്രയൊക്കെയാണ് റിലയൻസിൻ്റെ ഇതിനകത്ത് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ആയിട്ട് കാണാൻ സാധിച്ചത്.
പിന്നെ ഇപ്പോഴും ഞാൻ ഓർപ്പിക്കുന്നു, നിങ്ങളെപ്പോഴും സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് ട്രേഡും ഒക്കെ എടുക്കുക. കാരണം മാർക്കറ്റിൽ ഇനിയും അടുത്ത ആഴ്ചയും ഒരുപാട് റിസൾട്ട്സ് വരാനുണ്ട്. പ്രത്യേകിച്ച് സിമെൻറ്റ് കമ്പനി, സിമെൻറ്റ് സെക്ടറിലുള്ള കമ്പനീസിൻ്റെ ഉണ്ട്. അതുകൂടാതെ ഇൻഫോസിസ്, ശ്രീറാം ഫിനാൻസ്, ഡോക്ടർ റെഡ്ഡീസ്, JSW, നെസ്ലെ ഇന്ത്യ, SBI ലൈഫ്, ഇങ്ങനെ കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ റിസൾട്ട്സ് ഈ ആഴ്ച നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായി സ്റ്റഡി നടത്തി സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റും ട്രേഡിങ്ങും ഒക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ ഫ്രീ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. താങ്ക് യു.